നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഒരു കാരണവശാലും ഇലക്ട്രിക് വാഹനങ്ങൾ അനുയോജ്യമല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളെല്ലാം പൈസ ലാഭം ഓർത്ത് ഈ വാഹനം എടുക്കുന്നവരെല്ലാം ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് യുഗമാണ്. ഭ്രമയുഗം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് യുഗമാണ്. എവിടെ നോക്കിയാലും ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ കാണാനുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനം തിരഞ്ഞെടുക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഈ അമിതമായ വിലയാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനത്തിലേക്ക് തിരിയുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കാണാനിടയായി. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പുള്ളി വളരെ ഇതുപോലെ തന്നെ പെട്രോളിൻ്റെ ലാഭം ഓർത്ത് പോയി എടുത്തതാണ്. അപ്പം ഇലക്ട്രിക് അല്ലേ, കൂടുതൽ പൈസ കിട്ടുമല്ലോ ഓർത്ത് നല്ലൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നത് കൊടുത്തിട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് വഴിമുട്ട് നിൽക്കുകയാണ്. അപ്പം അതിനെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് തിരിഞ്ഞതിൻ്റെ കാര്യം ഈ പെട്രോളിൻ്റെ വില തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് 2 ടൂ വീലറുണ്ട്, രണ്ടും പെട്രോളാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനം ഇറങ്ങിയ കാലം തൊട്ട് എനിക്കൊരു ആഗ്രഹം, ലാഭമല്ല, നമുക്ക് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇലക്ട്രിക് വാഹനം എടുത്ത പലരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേന് ഗുണത്തെക്കാളേറെ ഒരു പരിധി വരെ ദോഷമാണ് ഈ വാഹനം എന്ന് മനസ്സിലായി. കാരണം മിക്ക ആൾക്കാർക്കും ധാരാളം കംപ്ലൈൻറ്റുകളാണ്. അതുപോലെ തന്നെ വണ്ടി കമ്പനി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സർവീസുകളൊന്നും കിട്ടുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. കമ്പനിക്കാരുമായിട്ട് പല പ്രശ്നങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ടാറ്റയുടെ ഒരു വണ്ടി എടുത്ത ആൾ 10-13 ലക്ഷം രൂപ എടുത്തിട്ട് അവസാനം അത് ഉപേക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. ഇലക്ട്രിക് വാഹനം എടുത്ത ലാഭം നോക്കി എടുത്താണ്. അപ്പോൾ ഇങ്ങനെ നിരവധി കംപ്ലൈൻറ്റുകളാണ് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ നേരെ മാറ്റി. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കേരളത്തിന് ഇലക്ട്രിക് വാഹനം അനുയോജ്യമാണോ അല്ലേ എന്നുള്ളത്. അതുപോലെ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഏറ്റവും കൂടുതൽ തീപിടിച്ച് അപകടമുണ്ടാക്കിയ വാഹനങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 6 മാസം മഴയാണെന്നുണ്ടെങ്കിൽ 6 മാസം വേനലാണ്. അപ്പം നമ്മുടെയൊക്കെ ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ റോഡിലെല്ലാം വെള്ളമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ മഴ അധികം പ്രശ്നമില്ലാത്തതുകൊണ്ട് അവിടെയൊന്നും ഈ വാഹനങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വല്ലപ്പോഴും മഴ പെയ്യുന്നുള്ളൂ. അവിടെയൊന്നും മഴയെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഒരു കാരണവശാലും ഇലക്ട്രിക് വാഹനങ്ങൾ അനുയോജ്യമല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളെല്ലാം പൈസ ലാഭം ഓർത്ത് ഈ വാഹനം എടുക്കുന്നവരെല്ലാം ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു റീസെയിൽ വാല്യൂ ഈ വാഹനത്തിന് യാതൊന്നും കിട്ടത്തില്ല. അതുപോലെ എനിക്കൊരു ഇയോൺ ഉണ്ടായിരുന്നു. ഞാനൊരു 5 കൊല്ലം മുമ്പ് 2.25 ലക്ഷം രൂപയ്ക്ക് എടുത്ത വാഹനങ്ങൾ ഞാൻ ഈ അടുത്ത കാലത്ത് കൊടുത്തപ്പോഴത്തേന് 2 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തത്. കൂടുതൽ 25 വർഷം ഉപയോഗിച്ചിട്ട് എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. പക്ഷേ നിങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ മുടക്കിയൊക്കെ ഈ വാഹനം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 0.1% പോലും പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ ഞാൻ ഈ വാഹനത്തെ കുറ്റം പറയുമ്പോൾ നിരവധി കമൻറ്റുകൾ ഇതിന് തൊട്ട് താഴെ വരുമെന്ന് എനിക്കറിയാം. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിലെല്ലാം വെള്ളം കയറുന്ന സമയത്ത്, അതുപോലെ 4 വീലർ നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ നേരത്തെ പണ്ട് കാലത്ത് അംബാസഡർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടയോട്ടയുടെ കോളിസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വെള്ളത്തിൽ കൂടെയൊക്കെ എത്ര വെള്ളം പൊങ്ങിയ സ്ഥലത്തൂടെ ഈ വാഹനങ്ങൾ എനിക്ക് കൊണ്ടു നടക്കാമായിരുന്നു. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കാൻ വെള്ളത്തിൽ കൂടെ കയറി പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫുള്ള് ഇലക്ട്രിക്കാണ്. ഒരു ഡോറ് പോലും നിങ്ങൾക്ക് തുറക്കാൻ പറ്റത്തില്ല. ഒരു പവർ വിൻഡോ പോലും, എല്ലാം പവർ വിൻഡോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റക്കാവും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയെ നിങ്ങൾ നിൽക്കും. അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ ഇലക്ട്രിക് വാഹനത്തിലേക്ക് തിരിയാവൂ. അപ്പം ചിലർ പറയും ഇത് നമ്മൾ കൊടുക്കാനല്ല എടുത്ത് ഉപയോഗിക്കാനല്ലെന്ന്. പക്ഷേ നിങ്ങളൊരിക്കൽ ഓർക്കും, നിങ്ങൾ സിംഗിൾ ഓണറാണ് എന്ന് പറഞ്ഞാൽ, സിംഗിൾ ഓണർ എന്ന് പറഞ്ഞാൽ ആദ്യവും അവസാനവും നിങ്ങൾ തന്നെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ എല്ലാ ഓണർമാർ.